ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്ന ഒരു ബട്ടറി പ്രോൺസിൻ്റെ റെസിപ്പിയാണ്. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പ്രോൺസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിന് എന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് നോക്കാം. ഇത് നമുക്ക് കൊഞ്ച് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 1/2 കിലോ ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗാർലിക്കാണ്. ഗാർലിക്ക് വട്ടത്തിലരിഞ്ഞത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. നമുക്ക് കുറേയൂടി ഗാർലിക് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് ചില്ലി ഫ്ലേക്സ്, അതുപോലെ മല്ലിയില, പിന്നെ ഇത് കുരുമുളക് പൊടി, നമുക്ക് ഉപ്പ് വേണം, അതുപോലെ തന്നെ ബട്ടർ വേണം. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ സ്റ്റൗ ഒന്ന് കത്തിക്കാം. നമ്മൾ 100 ഗ്രാംസ് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 50 ഗ്രാംസ് ഇട്ട് കൊടുക്കാം. ഇതാ ബട്ടർ ഉരുകിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞ് വെച്ചേക്കുന്നത് ഇടാം. വെളുത്തുള്ളിക്കൊന്നും പ്രത്യേകിച്ച് കണക്കില്ല. നമുക്ക് വെളുത്തുള്ളി എപ്പോഴും കുറച്ച് കൂടുതലുള്ളത് നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് തരുന്ന ഒരു സാധനമാണ് വെളുത്തുള്ളി. ഇതാ ഈ വെളുത്തുള്ളി എടുത്തു വെച്ചതിൽ അധികം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഗാർലിക് പൗഡറും കൂടിയും ചേർക്കുവാണ്. വെളുത്തുള്ളി നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നല്ല ടേസ്റ്റ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയില ചേർക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കണം. അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി തീ കുറച്ചിട്ട് നമുക്ക് ബാക്കി ബട്ടറും കൂടി, നമ്മൾ 100 ഗ്രാംസ് ബട്ടറാണല്ലോ എടുത്ത് വെച്ചിരുന്നത്, 50 ആണ് ചേർത്തുള്ളൂ. ബാക്കി ബട്ടറും കൂടി അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഈ കൊഞ്ച്, ഇതിലേക്ക് ഈ മാരിനേഷനൊന്ന് ഇട്ട് കൊടുക്കണം. ഈ കൊഞ്ചിൻ്റെ തലയും അതുപോലെ തന്നെ വാലും ഒന്നും കളയണ്ട. നമ്മളിതിൻ്റെ മുതുക് ആ ഭാഗം ഒന്ന് കീറിയിട്ട് നമ്മളതിൻ്റെ ആ വെയിൻ എടുത്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് കമിഴ്ത്തി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇതിങ്ങനെ ഒന്ന് ഫ്ലാറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ മാരിനേഷൻ നമ്മൾ പരട്ടി വെച്ചത് ഇങ്ങനെ കമിഴ്ത്തി ഇട്ടിട്ട് നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ഒത്തിരി വേവേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആ വേവിൽ തന്നെ നമുക്ക് മറിച്ചിട്ടിട്ട് നമുക്ക് വീണ്ടും ഇത് ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ, കറക്റ്റ് കുക്ക്ഡ് ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. ഇത് ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിടാം. ഇത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്കിനി തീ നിർത്താം. നമ്മുടെ കൊഞ്ച് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്കിനി ഇതൊരു ഗാർണിഷ് ചെയ്ത പ്ലേറ്റിലോട്ട് നമുക്കിതിനെ എടുത്ത് പ്ലേറ്റ് ചെയ്യാം. നമ്മളിന്ന് തയ്യാറാക്കിയത് ബട്ടർ ഷ്രിംപ്സ് ആണ്. ഇത് പ്രോൺസ് നമുക്ക് പറയാൻ പറ്റില്ല, കൊഞ്ച് തന്നെയാണ്. ഒത്തിരി വലിപ്പമുള്ള കൊഞ്ചല്ല എന്നുള്ളൂ. ഇത് നല്ല ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് ഊഹിക്കാം. അതായത് ബട്ടറിൻ്റെ ഉള്ളിൽ ഗാർലിക്കും അതുപോലെ ചില്ലി ഫ്ലേക്സും മല്ലിയിലയും അതുപോലെ ഉപ്പും കുരുമുളക് പൊടിയും, ഇത്ര ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്. ഉണ്ടാക്കാനും അധികം സമയമൊന്നും എടുക്കില്ല. തീർച്ചയായിട്ടും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ഷ്രിംപ്. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.